കസ്റ്റമർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, എതിർക്കാൻ പറ്റാത്ത ബെനിഫിറ്റ്സ് നമ്മളുടെ ഓഫറിൽ എങ്ങനെ ആഡ് ചെയ്യണം? നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റിൽ വരേണ്ടത് ഈ 4 കാര്യങ്ങളാണ് കസ്റ്റമർക്ക് അറിയേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരൊറ്റ സാധനത്തിൽ ഞാൻ പഠിപ്പിച്ചു തരും. ശ്രദ്ധിച്ച് കേട്ടോണം. ദിസ് ഈസ് ദ ബിഗസ്റ്റ് ലേണിംഗ് ഓഫ് ദ ഡേ. അതാണ് ഹൗ ടു സെൽ യുവർ ഇറസിസ്റ്റിബിൾ ബെനിഫിറ്റ്. 4 കാര്യങ്ങളാണ് നമ്മുടെ ക്ലയൻറ്റിന് അറിയേണ്ടത്. ഒന്ന് ഈസ് ദ ട്രഷർ. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് ഇവിടെ നിൽക്കുക. ഓക്കെ, ക്ലയൻറ്റ് ഈ കരയിൽ നിൽക്കുക. ഇവിടെ വലിയൊരു പുഴയുണ്ട്. ഈ പുഴയുടെ ഇപ്പുറത്ത് ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിൽ ഒരു നിധിയുണ്ട്. നമ്മളുടെ കസ്റ്റമറിന് നമ്മൾ കൊടുക്കുന്ന നിധി എന്താണ്? വാട്ട് ഈസ് ദ ട്രഷർ? പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പം എവിടെയാണെന്ന് ചോദിച്ചാൽ, ട്രഷർ എന്ന രൂപത്തിൽ നമ്മൾ കസ്റ്റമറോട് പറയുന്നത്, നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത്, കസ്റ്റമറുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മളുടെ പ്രൊഡക്റ്റിനെയാണ്. പ്രൊഡക്റ്റ് അല്ല ട്രഷർ. പ്രൊഡക്റ്റ് എന്താണ്? പ്രൊഡക്റ്റ് ഈ കരയിൽ നിൽക്കുന്ന കസ്റ്റമറെ ഈ ട്രഷറിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു ഷിപ്പ് മാത്രമാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റ് സർവീസ് എന്തുവാ? ഒരു ഷിപ്പാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഈ കരയിൽ നിൽക്കുന്ന ഒരാളോട് നമ്മളുടെ ഷിപ്പിൽ കയറാൻ പറയുക എന്നിട്ട് നമ്മൾ പറയാണ്, ഷിപ്പ് അടിപൊളിയാണ്, പുതിയ ഷിപ്പാണ്, നല്ല പെയിൻ്റാണ്, നല്ല കളറാണ്, നല്ല സുഖമാണ്, നല്ല സ്പീഡുണ്ട്. ഇതൊക്കെ ഷിപ്പിൻ്റെ വർണ്ണനയാണ്. കസ്റ്റമർക്ക് അറിയേണ്ടത്, നിൻ്റെ കയ്യിൽ ഷിപ്പുണ്ട്, നല്ല പെയിൻ്റാണ്, നല്ല കളറാണ്, പുതിയതാണ്, എല്ലാം സമ്മതിച്ചു. വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ? അതിൽ കയറിയാൽ എനിക്കെന്ത് കിട്ടും? അവിടെയാണ് പറയേണ്ടത്, ആ കരയിലൊരു ട്രഷർ, നിധി കണ്ടോ, അത് കിട്ടും ഇതിൽ കയറിയാൽ. ആ ട്രഷർ വേണമെങ്കിൽ ഈ കപ്പലിൽ കയറണം. അവിടെ എന്താ പറയണ്ടേ? നിങ്ങളുടെ സെയിൽസ് ടീമിൻ്റെ പ്രശ്നം എന്താ? കസ്റ്റമറോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മുഴുവൻ ഷിപ്പിനെ കുറിച്ചാ ആണോ? നിങ്ങളുടെ സെയിൽസ് ടീമിൻ്റെ പ്രസൻറ്റേഷൻ ഒന്ന് കേട്ട് നോക്കിക്കേ. എന്താ അവൻ പറയുന്നേ? എന്താ അവള് പറയുന്നേ? രാപകൽ അങ്ങ് വർണ്ണനയാ. എന്തിനെ കുറിച്ച്? നമ്മുടെ ഷിപ്പിനെ കുറിച്ച്. കസ്റ്റമർ ചിരിക്കുക. വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ? ഞാനെന്താ പറഞ്ഞേ? സ്കില്ല് കൂട്ടിത്തരാം. ഐ വിൽ മേക്ക് യു എ മാസ്റ്റർ ഇൻ 365 days. 10 ഇരട്ടി പ്രോഫിറ്റ് കൂട്ടിത്തരാം. കിങ്സ് ക്ലബിനെ കുറിച്ച് ഞാൻ വർണ്ണിക്കുന്നതേ ഇല്ല. ഞാൻ വല്ലതും പറഞ്ഞോ ഇതുവരെ കിങ്സ് ക്ലബിനെ കുറിച്ച്? പറഞ്ഞത് മുഴുവൻ ആ കരയിലിരിക്കുന്ന ട്രഷറിനെ കുറിച്ചാണ്. ആണോ? നിങ്ങൾക്കതല്ലേ വേണ്ടേ? ആ കരയിലിരിക്കുന്ന നിധി വേണം വർണ്ണിക്കാൻ. വാട്ട് ഈസ് ദ ട്രഷർ ഇൻ യുവർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്? പറഞ്ഞേ, നിങ്ങൾക്കറിയാവോ? എൻ്റെ ചോദ്യം അവിടെയാ. നിങ്ങൾക്കെങ്കിലും അറിയാവോ അത്? ലോകത്തെ ഏറ്റവും നല്ല പൊറോട്ട അടിക്കാരനായിരിക്കും നിങ്ങളുടെ കടയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടായിരിക്കും. എനിക്ക് നല്ല രുചികരമായ പൊറോട്ട കിട്ടും. അത് പറ, ഞാൻ വരാം. നിങ്ങൾ എന്താ പറഞ്ഞു വിൽക്കാൻ ശ്രമിക്കുന്നത്? ഷിപ്പ്. കസ്റ്റമർക്ക് എന്താ വേണ്ടേ? ട്രഷർ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഇപ്പം നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കുറേ കേട്ടിട്ടുള്ളതാണ്. അടുത്തൊരു ചോദ്യം, മാപ്പ്. ഇയാൾ എങ്ങനെയാണ് ഈ കരയിൽ നിൽക്കുന്ന ഞങ്ങളെ ആ നിധിയിലോട്ട് എത്തിക്കാൻ പോകുന്ന മാപ്പ്? ഷോ മീ യുവർ മാപ്പ്. എന്താ ഇനി അറിയണ്ടേ? ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, എല്ലാം സമ്മതിച്ച്. ഇയാൾക്ക് കപ്പലും ഉണ്ട്, ഇയാളെ ഞങ്ങളെ 10 ഇരട്ടി. എങ്ങനെ? ദാറ്റ് ഈസ് ദ മാപ്പ്. ഇനിയാണ് സെയിൽസുകാരൻ്റെ, ബിസിനസ്സുകാരൻ്റെ, ബിസിനസ് ഓണറുടെ കളിയിരിക്കുന്നത്.